ഫ്രാൻസിൽ പോയിട്ട് അർജൻറ്റീനയുടെ ട്രോഫികൾ കാണിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുത്തിട്ട് അവരെ പ്രകോപിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തിപ്പോൾ ഉണ്ടായത്? അവരുടെ കാര്യമായിരിക്കും പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എമി മാർട്ടിനസ് ഫ്രാൻസിൽ ആദ്യപാദ മത്സരത്തിന് പോയിട്ട് അവിടെ അർജൻറ്റീനയ്ക്ക് കിട്ടിയ ട്രോഫികളുടെ ഫോട്ടോ ഒക്കെ തൊപ്പിമ വെച്ച് പോയിട്ട് അന്ന് തോറ്റു. അതൊരു കാര്യം. അന്ന് 3-1 ഒരു തോൽവി. ഇപ്പോൾ രണ്ടാം പാദ മത്സരം സ്വന്തം എമിൻ്റെ ഗ്രൗണ്ടിൽ വന്നിങ്ങാണ്ട് PSG കളിച്ചിട്ട് എന്തായി? 5 ഗോൾ ടോട്ടൽ എമി വാങ്ങിക്കൂട്ടി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ആസ്റ്റൺ വില്ലയെയോ എമിയെയോ കുറ്റം പറയാൻ കഴിയുമ്പോൾ അവർ രണ്ടാം പാദത്തിൽ കാണിച്ചു കൂട്ടിയത് അല്ലെങ്കിൽ അവർ പൊരുതിയത് നമ്മൾ നേരിൽ കണ്ടതാണ് അല്ലേ? ഒരു ഗോളിന് മാത്രമാണ് എമി മാർട്ടിനസ് എന്ന് തന്നെ പറയണം. കാരണം ആസ്റ്റൺ വില്ലയെ എന്തെങ്കിലുമൊക്കെ ആക്കിയത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് വരെ എത്തിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ പങ്ക്, അല്ലെങ്കിൽ ആസ്റ്റൺ വില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പ്ലെയറുടെ പേര് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് എമിയുടെ പേരാണ്. ഈ ലെവലിലേക്ക് ആസ്റ്റൺ വില്ല എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടീമിൻ്റെ പവർ എത്രയാണ്? ടോപ്പ് 8 അവരെത്തിയില്ലേ? ഫ്രാൻസിൽ പോയിട്ട് അദ്ദേഹം തൊപ്പി ഫോട്ടോ കാണിച്ചു, അത് വേറെ കാര്യം. ഇപ്പോൾ ഇതാ അവരുടെ കംബാക്ക് നമ്മൾ കണ്ടു. പൊരുതി കീഴടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ഗോളിന് മാത്രം തോറ്റതൊന്നും നമുക്ക് അത്രക്ക് അങ്ങോട്ട് ഒരു വലിയൊരു ഇതായിട്ട് കാണാൻ കഴിയില്ല. ഏതായാലും നല്ലൊരു തിരിച്ചുവരവാണ് ആസ്റ്റൺ വില്ല നടത്താൻ ശ്രമിച്ചത് അല്ലെങ്കിൽ നടത്തിയത്. ഒരു ഗോളിൻ്റെ തോൽവി അവർ വന്നുകൊണ്ടിരിക്കുന്നു. ഫുട്ബോളിലേക്ക് തിരിച്ച് ആസ്റ്റൺ വില്ല എന്ന് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്നില്ല അവരുടെ സ്റ്റാറ്റസ് നമുക്കറിയാലോ. അവരാണ് ടോപ്പ് 8 ജാതി പെർഫോമൻസ് കാഴ്ചവെച്ചത്. ചില്ലറയല്ല എമി മാർട്ടിനസിൻ്റെ വില്ല അല്ലേ?